ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് നമ്മളെ ട്രാക്ഷൻ ആയിരുന്നു. 2 ടൈപ്പ് ട്രാക്ഷൻ ഡിസ്കസ് ചെയ്തു. DC ഡ്രൈവ് യൂസ് ചെയ്തുള്ള റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡും അതേപോലെ AC ഡ്രൈവ് യൂസ് ചെയ്ത 25 kV 50 Hz AC ട്രാക്ഷൻ എന്താണ് ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ ടൈപ്പുള്ള അത് 2 കൺവെൻഷണൽ AC ഡ്രൈവും അതുപോലെ കൺവെൻഷണൽ DC ഡ്രൈവും നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെമി കണ്ടക്ടർ കൺവെർട്ടർ കൺട്രോൾഡ് ഡ്രൈവ്സ്. അതായത് ഇതിനൊക്കെ മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെമി കണ്ടക്ടർ കൺവേർട്ടർ കൺട്രോൾ ഡ്രൈവ്സ്, അതായത് ചോപ്പർ, നമ്മൾ SCR അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നമ്മൾ ട്രാക്ഷനിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത AC ട്രാക്ഷനിൽ നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്ത് ACനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി DC ആക്കാൻ വേണ്ടി നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിന് അൺകൺട്രോൾഡ് ആണ്, അതിനെ മാറ്റി നമ്മൾ കൺട്രോൾഡ് റെക്ടിഫയർ വെച്ചതാണ്. അതായത് സെമി കണ്ടക്ടർ കൺവേർട്ടർ എന്താണ് കൺട്രോൾഡ് ഡ്രൈവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ സെമി കണ്ടക്ടർ കൺവേർട്ടർ കൺട്രോൾഡ് ഡ്രൈവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈഡ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ACയിൽ അതേപോലെ DC ട്രാക്ഷനിൽ നമ്മൾ അധികം നമ്മൾ വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ സെമി കണ്ടക്ടർ ആയിട്ടുള്ള SCR, അതുപോലെ തൈറിസ്റ്റർ, അതുപോലെ നമ്മളെ ചോപ്പർ, അങ്ങനത്തെ കുറേ മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ മോഡേണായിട്ട് നമ്മളെ AC ട്രാക്ഷനിലും അതേപോലെ DC ട്രാക്ഷനിലും വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതെന്താണ് അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത് ചിലപ്പോൾ AC മോട്ടറായിരിക്കും, ചിലപ്പോൾ അത് DC മോട്ടറായിരിക്കും. അതിപ്പോൾ ഒന്നുമില്ല, എന്താണ് ഈ ഒരു സെമി കണ്ടക്ടർ കൺവേർട്ടർ കൺട്രോൾഡ് ഡ്രൈവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൈഡ്ലി യൂസ്ഡ് ചെയ്യുന്നത് ബോത്ത് AC DC ട്രാക്ഷനിൽ. ചിലപ്പോൾ അത് AC DC ട്രാക്ഷനിലായത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ചിലപ്പോൾ AC മോട്ടർ ആവാം, ചിലപ്പോൾ അത് DC മോട്ടർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൺവെൻഷണൽ DC ഡ്രൈവ്സ് നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ 25 kV 50 Hz ട്രാക്ഷൻ ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചർ അങ്ങനത്തെ ടൈപ്പ് ആവാം. പക്ഷെ അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മളവിടെ സെമി കൺവെർട്ടർ ഒക്കെ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ കൺട്രോൾഡ് ഡ്രൈവ്സ് ആയിരിക്കും നമ്മളവിടെയൊക്കെ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ ഈ സെമി കണ്ടക്ടർ കൺവേർട്ടർ കൺട്രോൾ ഡ്രൈവ്സ് യൂസ് ചെയ്യുമ്പം മറ്റേനെ വെച്ച് കൺട്രോൾ ചെയ്യാം. പഴയ AC ഡ്രൈവ്സും അതേപോലെ കൺവെൻഷണൽ AC ഡ്രൈവ്സും DC ഡ്രൈവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താകും, അതായത് സെമി കണ്ടക്ടർ കൺവേർട്ടർ അതായത് കൺട്രോൾഡ് ഡ്രൈവ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. അത് കുറച്ച് അഡ്വാൻറ്റേജിൻ്റെ പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഹൈ എഫിഷ്യൻസി ആയിരിക്കും, നല്ല എഫിഷ്യൻസി ആയിരിക്കും. നമ്മൾ SCR അല്ലെങ്കിൽ ചോപ്പറൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈ എഫിഷ്യൻസി ആയിരിക്കും. പിന്നെ എന്താണ് ലോ മെയിൻ്റെനൻസ് റിക്വയർഡ് ഡ്യൂ ടു എന്താണ് ആബ്സെൻസ് ഓഫ് മൂവിങ് പാർട്സിൻ്റെ ആബ്സെൻസിലുള്ള എന്തായിരിക്കും ലോ മെയിൻ്റെനൻസ് റിക്വയർഡ് ആണ് ഡ്യൂ ടു എന്താണ് ആബ്സെൻസ് ഓഫ് മൂവിങ് പാർട്സ്. അതേപോലെ എന്താണ് നമുക്ക് ഏറ്റവും ഇതിൻ്റെ വീൽ സ്ലിപ്പ് കൺട്രോൾ വെരി സിമ്പിളാണ്. അതായത് വീല് സ്ലിപ്പാവുന്ന കൺട്രോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾക്ക് സെമി കണ്ടക്ടർ കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വീല് സ്ലിപ്പാവുന്നത് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ എന്താണ് ഹയർ ആക്സിലേഷൻ ഡീസലേഷൻ ആൻഡ് സ്പീഡ് നമുക്ക് ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഈ സെമി കണ്ടക്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹയർ ആക്സിലേഷൻ കൊടുക്കാൻ പറ്റും, ബെറ്റർ ഡീസലേഷൻ ഉണ്ടാവും, അതേപോലെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഇൻക്രീസ്ഡ് കംഫോർട്ട് ഓഫ് പാസഞ്ചറിന് എന്ത് ചെയ്യും നല്ലൊരു കംഫോർട്ട് ഫീൽ ചെയ്യുന്നത് ഡ്യൂ ടു സ്മൂത്ത് ആക്സിലേഷൻ അതായത് ബ്രേക്കിംഗ് കൊടുക്കാൻ തന്നെ നമുക്ക് പാസഞ്ചേഴ്സിന് എന്താണ് സ്മൂത്തായിട്ടുള്ള അല്ലെങ്കിൽ കംഫോർട്ടായിട്ടുള്ളൊരു പാസഞ്ചറിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്താണ് ഫ്ലെക്സിബിൾ കൺട്രോൾ വെച്ച് മേക്കുന്നതാണ് എങ്ങനെ നമ്മളെ PLC അതേപോലെ മൈക്രോ പ്രൊസസ്സർ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്ലെക്സിബിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്തെങ്കിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് പറയുന്ന സെമി കണ്ടക്ടർ യൂസ് ചെയ്യുന്നൊരു അഡ്വാൻറ്റേജാണ് നമ്മൾ ഇത് പറയുന്നത്. പിന്നെ ആണ് ഈസി മെയിൻ്റനൻസ് ആണ്, റിപ്പയർ ആൻഡ് ഫാൾട്ട് ഡയഗ്നോസ്. അപ്പോൾ ഈ മെയിൻ്റനൻസ് ഈസിയാണ്. ഇപ്പോൾ റിപ്പയർ അതേപോലെ അതിൻ്റെ ഫാൾട്ട് കണ്ടുപിടിക്കുന്നതൊക്കെ എന്താണ് ഒരു ഈസി മെത്തേഡാണ്. പിന്നെ എന്താണ് ഇൻ്റർഫേസ് മോർ ആപ്ലി വിത്ത് ഓട്ടോമാറ്റിക് ട്രെയിൻ കൺട്രോൾ അതായത് നമുക്ക് കുറേ ഇൻ്റർഫേസസ് വരുന്നുണ്ട്. പിന്നെ എന്താണ് ലോങ്ങർ ലൈഫാണ്, മറ്റേ വെച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിന് മൂവിങ് പാർട്സ് കുറവാണെങ്കിൽ അത്യാവശ്യം ലോങ്ങർ ലൈഫ് ലൈൻ എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സെമി കണ്ടക്ടർ അതായത് നമ്മളെ SCR അല്ലെങ്കിൽ തൈറിസ്റ്റർ ചോപ്പറൊക്കെ വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഡ്രൈവ്സിൻ്റെ അഡ്വാൻറ്റേജാണ് പറയുന്നത്. മെയിനായിട്ട് വരുന്നത് എന്താണ് ഹൈ എഫിഷ്യൻസി ആണ്, ലോ മെയിൻ്റെനൻസ് ആണ്, പിന്നെ എന്താണ് വീൽ സ്ലിപ്പ് കൺട്രോൾ വളരെ സിമ്പിളാണ്, ഹയർ ആക്സിലേഷൻ ഡീസലേഷൻ അതായത് സ്പീഡ് കൺട്രോൾ, പിന്നെ എന്താണ് ഇൻക്രീസ് പാസഞ്ചേഴ്സിന് കംഫോർട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം സ്മൂത്ത് ആയിട്ടുള്ള ആക്സിലേഷനും അതേപോലെ ഡീസലേഷനും ബ്രേക്കിംഗ് ഒക്കെയാണ് പാസഞ്ചേഴ്സ് കംഫോർട്ട് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഫ്ലെക്സിബിൾ കൺട്രോളാണ്, നമ്മൾ PLC അതുപോലെ
പ്രോഗ്രാമിംഗ് മൈക്രോ പ്രൊസസ്സറൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കൺട്രോളിങ് അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈസി മെയിൻ്റനൻസ് ആണ്. റിപ്പയർ അതേപോലെ ഫാൾട്ടൊക്കെ നമുക്ക് എന്തായിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്താണ് ഇൻ്റർഫേസ് മോർ റാപ്പിഡ്ലി വിത്ത് ഓട്ടോമാറ്റിക് ട്രെയിൻ കൺട്രോളാണ്. പിന്നെ ലോങ് ലൈഫ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ എന്തുണ്ട് ഈ സെമി കണ്ടക്ടർ കൺവേർട്ടർ കൺട്രോൾ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഈ കൺവെൻഷണൽ DC ട്രാക്ഷൻ്റെ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡും അതുപോലെ കൺവെൻഷണൽ AC ട്രാക്ഷനൊക്കെ എന്താണ് ഔട്ട്ഡേറ്റഡ് ആണ്. അതൊക്കെ എന്ത് ചെയ്യും മുന്നേ നമ്മളെ നിയർ ഫ്യൂച്ചറിൽ എന്താകും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ എന്തെങ്കിലും ഫേസ്ഡ് ആവും, അതൊക്കെ ഒഴിവാകാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പോൾ നമ്മളധികം യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? സെമി കണ്ടക്ടർ കൺവേർട്ടർ കൺട്രോൾ ഡ്രൈവ്സാണ് നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കൺവെൻഷണൽ AC ട്രാക്ഷനിൽ നമുക്കറിയാം AC-നെ DC-യിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ബ്രിഡ്ജ് ടൈപ്പ് റെക്ടിഫയറാണ് യൂസ് ചെയ്യുന്നത്. അൺകൺട്രോൾഡ് ടൈപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഹാഫ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അവിടെ പല ഇതുമുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ്സും ഉണ്ട്. നമുക്ക് വോൾട്ടേജിന് നമുക്ക് ആവശ്യമുള്ള ഇപ്പം കൺട്രോൾ ചെയ്യുക, സ്പീഡിന് നമുക്ക് ആവശ്യമുള്ള കുറേ അഡ്വാൻറ്റേജസ്. അങ്ങനെ നമ്മൾ കൺട്രോൾഡ് റെക്ടിഫയർ മാറ്റിയിട്ട് കൺട്രോൾഡ് റെക്ടിഫയർ ആക്കുമ്പോൾ കുറേ അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, DC ട്രാക്ഷൻ യൂസിങ് എന്താണ് സെമി കണ്ടക്ടർ ചോപ്പർ കൺട്രോൾ DC മോട്ടറാണ്. അത് ചോപ്പർ കൺട്രോൾഡ് ട്രാക്ഷൻ ഡ്രൈവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഏതിൽ സെമി കണ്ടക്ടർ കൺവേർട്ടർ കൺട്രോൾ ഡ്രൈവ്സിലെ ഫസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോപ്പറാണ്. അതായത് DC ട്രാക്ഷനിൽ ചോപ്പർ യൂസ് ചെയ്ത് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ചോപ്പർ കൺട്രോൾഡ് ട്രാക്ഷൻ ഡ്രൈവാണ്. അപ്പോൾ നമുക്കറിയാം മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് കൺവെൻഷണൽ DC ഡ്രൈവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡായിരുന്നു. അത് നമുക്കറിയാം 1500 വോൾട്ട് DC മെയിൻ ലൈനും അതേപോലെ 25 kV 750 DC ട്രാക്ഷൻ അണ്ടർഗ്രൗണ്ട് ട്രെയിൻസും ഒക്കെ എന്തായിരുന്നു നമ്മളെ കൺവെൻഷണൽ DC ട്രാക്ഷൻ ആയിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡായിരുന്നു ഇതിലൊക്കെ യൂസ് ചെയ്ത്. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ് എന്ത് ചെയ്ത് നമ്മൾ റീപ്ലേസ് ചെയ്ത് ചോപ്പർ കൺട്രോൾ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് റീപ്ലേസ് ചെയ്ത ചോപ്പർ കൺട്രോൾ ട്രാക്ഷൻ ഡ്രൈവാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ് റീപ്ലേസ് ചെയ്തിട്ട് ചോപ്പർ കൺട്രോളാണ് നമ്മളെല്ലാ DC ട്രാക്ഷൻ്റെ സ്കീമിലും ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മോഡേണായിട്ട് അതിലിപ്പം പ്രശ്നത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ചോപ്പർ കൺട്രോളാണ് നമ്മളെല്ലാ DC ട്രാക്ഷൻ സ്കീമിലും. അതായത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത 1500 വോൾട്ട് DC മെയിൻ ലൈന്, സബർബൻ ട്രെയിൻസ്, 750 വോൾട്ട് DC അണ്ടർഗ്രൗണ്ട് ട്രാക്ഷൻ ആൻഡ് ഇലക്ട്രിക്കൽ ബസ്, ഇതിലൊക്കെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ് പ്രസൻറ്റിലായിട്ട് എന്തുണ്ട് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മളെ ചോപ്പർ കൺട്രോൾഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് കുറേ നമ്മൾ അതിൻ്റെ ചോപ്പർ കൺട്രോൾ മെത്തേഡ് അല്ലെങ്കിൽ സെമി കണ്ടക്ടറിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുറച്ച് നോക്കാനുള്ളത് ഇൻ അഡീഷണൽ ടു മറ്റേ വെച്ച അഡ്വാൻറ്റേജസിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഈ ചോപ്പർ കൺട്രോൾ ഈ റെസിസ്റ്റൻസ് കൺട്രോളിനെക്കാട്ടും മെച്ചമാവാനുള്ള കാരണം അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നമ്മൾ റെസിസ്റ്റൻസ് കൺട്രോൾ മാറ്റിയിട്ട് ചോപ്പർ കൺട്രോൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ, അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. അതായത് ഇവിടെ നമുക്ക് ചോപ്പർ കൺട്രോൾ യൂസ് ചെയ്യുമ്പം ഫസ്റ്റ് പറയുന്നത് എന്താണ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് എന്താണ് അപ് ടു എന്താണ് സീറോ സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ എന്താ വിത്ത് സിംഗിൾ സെക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് എക്സലൻറ്റ് ഡൈനാമിക് ബ്രേക്കിംഗ് പെർഫോമൻസ്. അതായത് നമ്മൾ മുന്നേ റെസിസ്റ്റൻസ് മെത്തേഡ് നമ്മുടെ ഫുള്ള് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ സെക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യും, എക്സലൻറ്റ് ഡൈനാമിക് ബ്രേക്കിംഗ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതേപോലെ എന്താണ് കോമ്പോസിറ്റ് ബ്രേക്കിങ്ങും അതേപോലെ ഈസിലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കോമ്പോസിറ്റ് ബ്രേക്കിംഗ് നമുക്ക് ഈസിയായിട്ട് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ലൈറ്റ് വെയ്റ്റും വോളിയം അതേപോലെ കുറവായിരിക്കും. പിന്നെ എന്താണ് ചോപ്പർ വിത്തൗട്ട് പൊസിഷൻ ഇപ്പോൾ എന്താ റീജനറേറ്റീവ് ഈസ് നൗ ചീപ്പർ ദാൻ എന്താണ് നമ്മൾ റെസിസ്റ്റൻസിന് കൺട്രോൾ മെത്തേഡ് വെച്ച് നോക്കുമ്പം ഈ ചോപ്പർ കൺട്രോൾ മെത്തേഡ് വളരെ ചീപ്പറാണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് മെത്തേഡ് മാറ്റിയിട്ട് ചോപ്പർ മെത്തേഡ് യൂസ് ചെയ്യാനുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഒന്നാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറോ സ്പീഡ് വരെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് ഈ സിംഗിൾ സെക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് മതി നമുക്ക് എന്ത് അത്യാവശ്യം നല്ല ഡൈനാമിക് ബ്രേക്കിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ് കോമ്പോസിറ്റ് ബ്രേക്കിംഗ് ക്യാൻ ബി ഈസിലി ഇംപ്ലിമെൻറ്റഡ് ആണ്. പിന്നെന്താണ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് വോളിയം ആണ്. പിന്നെന്താണ് ചോപ്പറിന് എന്താണ് റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ ചോപ്പർ കൺട്രോൾ മെത്തേഡ് വളരെ ചീപ്പറാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെന്ത് റെസിസ്റ്റൻസ് കൺട്രോളിനെ മാറ്റി ചോപ്പർ യൂസ് ചെയ്യാനുള്ളൊരു കാരണങ്ങളായിട്ട് പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് നോക്കി എന്തുകൊണ്ടാണ് ചോപ്പർ യൂസ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് മാറ്റി ചോപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ചോപ്പർ കൺട്രോൾ റീപ്ലേസ്ഡ് ബൈ എന്താണ് റെസിസ്റ്റൻസ് കൺട്രോൾ. ചോപ്പറൊക്കെ മാറ്റിയിട്ട് റെസിസ്റ്റൻസൊക്കെ മാറ്റിയിട്ട് അവിടെ ചോപ്പർ കൺട്രോൾ എന്തുണ്ട് എല്ലാ DC ട്രാക്ഷൻ സ്കീമിലും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ട്രാക്ഷനിൽ എന്തുണ്ട് നമ്മൾ ബോത്ത് ഡൈനാമിക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ട്രാക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബോത്ത് എന്താണ് ഡൈനാമിക് അതേപോലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ ട്രാക്ഷനിൽ DC സപ്ലൈ എങ്ങനെ ഒപ്റ്റെയിൻ ചെയ്യുന്നത് ബൈ റെക്ടിഫൈയിങ് ആണ്. റെക്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാക്ഷനിൽ DC സപ്ലൈ ഒപ്റ്റെയിൻ ചെയ്യുന്നത് എന്ത് ചെയ്യും AC-നെ എന്താക്കും DC ആക്കി മാറ്റുന്നത് അൺകൺട്രോൾഡ് റെക്ടിഫയർ വെച്ച്, അതായത് ഡയോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും AC-നെ DC ആക്കി മാറ്റും. വിച്ച് എന്താണ് പെർമിറ്റ് ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ഉള്ളു. അതായത് ഡയോഡ് പറഞ്ഞാൽ എന്താണ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യൂ, അതായത് ഫ്രം AC ടു DC. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് DC ട്രാക്ഷനിൽ DC സപ്ലൈ കിട്ടുന്നത്. AC-നെ എന്ത് ചെയ്യും അൺകൺട്രോൾഡ് റെക്ടിഫയർ ഡയോഡ് വെച്ചിട്ട് എന്ത് ചെയ്യും AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ ട്രാക്ഷൻ അധികം എന്തായിരിക്കും, ഒന്നെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് ആയിരിക്കും, ബോത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോപ്പർ കൺട്രോൾ ട്രെയിൻ റീജനറേറ്റിംഗ് ആണെങ്കിൽ, അതായത് വെൻ എ ചോപ്പർ കൺട്രോൾ ട്രെയിൻ ഈസ് റീജനറേറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും ദ എനർജി ഈസ് റീജനറേറ്റഡ് മസ്റ്റ് ബി അബ്സോർബ്ഡ് ബൈ അതർ ട്രെയിൻ. അതായത് ചോപ്പർ കൺട്രോൾ ട്രെയിൻ റീജനറേറ്റീവ് ആണെങ്കിൽ എനർജി റീജനറേറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മസ്റ്റ് ബി അബ്സോർബ്ഡ് എന്താണ് ബൈ അതർ ട്രെയിൻസ് വിച്ച് ആർ മോട്ടറിങ് സിൻസ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ടു AC സപ്ലൈ. അതായത് ചോപ്പർ കൺട്രോളൊക്കെ റീജനറേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എനർജി റീജനറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും മസ്റ്റ് ബി ഒബ്സർവ്ഡ് ബൈ അതർ ട്രെയിൻസ് എന്ത് ചെയ്യാൻ പറ്റും അബ്സോർബ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യും വിച്ച് ആർ മോട്ടറിങ് ആണ് സിൻസ് ഇറ്റ് ഈസ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ്, അതെന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ച് നമുക്ക് സപ്ലൈയിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനർജി റീജനറേറ്റഡ് ബൈ ട്രെയിൻ എന്താണ് ഗ്രേറ്റർ ദാൻ എന്താണ് എനർജി റിക്വയർഡ് ബൈ എ സിംഗിൾ ട്രെയിൻ വെൻ മോട്ടറിങ്. അതായത് എനർജി റീജനറേറ്റഡ് ബൈ ട്രെയിൻ വഴി എനർജി റീജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതെന്തായിരിക്കും ഗ്രേറ്റർ ദാൻ എന്താണ് എനർജി റിക്വയർഡ് ബൈ എ സിംഗിൾ ട്രെയിൻ എന്താണ് മോട്ടറിങ് ആകുമ്പോഴേക്കാട്ടും കൂടുതലായിരിക്കും എനർജി റീജനറേറ്റഡ് ബൈ എ ട്രെയിൻ. അതേപോലെ എന്ത് DC ട്രാക്ഷനിൽ സപ്ലൈ വിൽ നോട്ട് ബി ഏബിൾ ടു എന്താണ് ഓൾവേസ് യൂട്ടിലൈസ് ദ റീജനറേറ്റീവ് എനർജി. അതായത് DC ട്രാക്ഷനിൽ സപ്ലൈക്ക് എന്താ പറ്റില്ല എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഈ റീജനറേറ്റ് ചെയ്ത എനർജീനെ എപ്പോഴും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇഫ് ദ റീജനറേറ്റഡ് എനർജി ഈസ് പമ്പ്ഡ് ഇൻ ടു ദ സപ്ലൈ, അതായത് ഇപ്പോൾ റീജനറേറ്റ് ചെയ്ത എനർജി നമ്മൾ സപ്ലൈയിലേക്ക് പമ്പ് ചെയ്താൽ വെൻ ഇറ്റ് കനോട്ട് ബി യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈമിൽ നമ്മൾ അതിന് സപ്ലൈയിലേക്ക് പമ്പ് ചെയ്താൽ എന്ത് ചെയ്യും അവിടെ സപ്ലൈ വോൾട്ടേജ് റൈസ് ഉണ്ടാവും. കാരണം എന്താണ് ഡ്യൂ ടു ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ബിറ്റ്വീൻ ലൈൻ. അപ്പോൾ അതായത് നമുക്ക് റീജനറേറ്റീവ് എനർജി എന്ത് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സപ്ലൈയിലേക്ക് പമ്പ് ചെയ്ത് അത് വെൻ ഇറ്റ് കനോട്ട് ബി യൂസ് ചെയ്യാത്ത ടൈമിൽ അതിന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്താൽ നമ്മൾ സപ്ലൈയിലേക്ക് ഇത് അതായത് ഇഫ് ദ റീജനറേറ്റഡ് എനർജി പമ്പ്ഡ് ഇൻ ടു സപ്ലൈ വെൻ ഇറ്റ് കനോട്ട് ബി യൂസ്, അതായത് നമ്മളെ റീജനറേറ്റീവ് എനർജി ഇതുണ്ട് നമ്മൾ സപ്ലൈയിലേക്ക് പമ്പ് ചെയ്തപ്പോൾ കനോട്ട് ബി യൂസ് ചെയ്യുമ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യും സപ്ലൈ വോൾട്ടേജ് റൈസ് ഉണ്ടാവാൻ കാരണം ഇപ്പം ഡ്യൂ ടു ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഗ്രൗണ്ട്. ഇപ്പോൾ ലൈനും ഗ്രൗണ്ടും തമ്മിലുള്ള കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ ഒരു സപ്ലൈ വോൾട്ടേജ് റൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യും ഫെയിലിയേഴ്സ് അതേപോലെ എക്യുപ്മെൻറ്റ്സിനെ ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ സോ ഇറ്റ് ഈസ് നെസസറി ദാറ്റ് എനർജി വിച്ച് കനോട്ട് ബി യൂട്ടിലൈസ് ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്റൻസ് ബൈ ഡൈനാമിക് ബ്രേക്കിംഗ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഇതുണ്ട്. സോ ഇറ്റ് ഈസ് നെസസറി. അപ്പോൾ അത് അത്യാവശ്യ ഘടകമാണ് എന്ത് എനർജി വിച്ച് കനോട്ട് ബി യൂസ്ഡ് അതായത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത എനർജി എന്താണ് ഡിസിപ്പേറ്റ് ആണ് എങ്ങനെ ഇൻ ബ്രേക്കിംഗ് റെസിസ്റ്റൻസ് എന്താണ് ബൈ ഡൈനാമിക് ബ്രേക്കിംഗ്. അപ്പോൾ സോ എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മൾ ദ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വിത്ത് എ പ്രൊവിഷൻ ടു ഡിസിപ്പേറ്റ് എക്സസ് എനർജി ത്രൂ ഡൈനാമിക് ബ്രേക്കിംഗ് ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് ബ്രേക്കിംഗ്. അതായത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എക്സസീവ് പ്രൊവിഷൻ ടു ഡിസിപ്പേറ്റ്, അതായത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ ഡിസ്പ്യൂട്ട് ചെയ്യാനുള്ള എക്സസ് എനർജി ത്രൂ എങ്ങനെ ഡൈനാമിക് ബ്രേക്കിംഗ് വഴി റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനെ ഡിസ്പ്യൂട്ട് അത് ഒഴിവാക്കാനുള്ളതിന് വേണ്ടി നമ്മൾ പറയുന്നതാണ് എന്ത് കോമ്പോസിറ്റ് ബ്രേക്കിംഗ്. അതായത് ദ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വിത്ത് പ്രൊവിഷൻ ടു ഡിസിപ്പേറ്റ്, അതായത് ഒഴിവാക്കാനുള്ള എക്സസ് എനർജി ത്രൂ എങ്ങനെയാണ് ഡൈനാമിക് ബ്രേക്കിംഗ് അങ്ങനെ ചെയ്യുമ്പോൾ പറയുന്ന പേരാണെന്ത് കോമ്പോസിറ്റ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോപ്പർ കൺട്രോൾ വിത്ത് കോമ്പോസിറ്റ് ബ്രേക്കിംഗ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് ചോപ്പർ കൺട്രോൾ ചെയ്യുന്ന DC ട്രാക്ഷൻ ഡ്രൈവിലുണ്ട് നമ്മൾ കോമ്പോസിറ്റ് ബ്രേക്കിംഗ് ഉള്ളത് അതാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഫിഗർ നോക്കാം. അപ്പോൾ ഈ കാണിച്ചാൽ നമ്മളെന്ത് ഒരു ചോപ്പർ കൺട്രോൾ ട്രാക്ഷൻ ഡ്രൈവ് വിത്ത് എന്താണ് കോമ്പോസിറ്റ് ബ്രേക്കിംഗ് ആണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മളെന്ത് ചോപ്പർ കൺട്രോൾ ട്രാക്ഷൻ ഡ്രൈവ് വിത്ത് കോമ്പോസിറ്റ് ബ്രേക്കിങ്ങിൻ്റെ ഒരു ഫിഗറാണ്. ഈ ഫിഗറിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്ത് നോക്കാം.
ഫിഗറിൽ ഈ കാണുന്ന നമ്മളെ ഈ LF എന്നാണ്, അതായത് CF എന്ന് പറഞ്ഞാൽ LF എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറും, അതായത് CF എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ എന്താണ് നമ്മളെ ഫിൽറ്ററാണ്. ഇത് രണ്ടും ഫിൽറ്ററാണ്. അതായത് LC എന്ന് പറഞ്ഞ ഫിൽറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഒരു MS1ഉം MS2 എന്ന് പറഞ്ഞ രണ്ട് സ്വിച്ചുണ്ട്. അതായത് രണ്ടും മെക്കാനിക്കൽ സ്വിച്ചാണ്. അതേപോലെ SS എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്, അതായത് സെമി കണ്ടക്ടർ സ്വിച്ചാണ്. പിന്നെ ഒരു ഡയോഡ് ഉണ്ട്, ഒരു തൈറിസ്റ്റർ ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ നമ്മളൊരു മോട്ടറിന് അക്രോസ് എന്തായാലും സീരീസ് ആയിട്ടൊരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു RR എന്ന് പറഞ്ഞ സ്വിച്ചും ഉണ്ട്. അതായത് നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമുള്ള ടൈമിൽ മോട്ടറിൻ്റെ കണക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ് RR. അപ്പോൾ ഈ ഫിഗറിൽ പറഞ്ഞത് എന്താണ്, കോമ്പോസിറ്റ് ബ്രേക്കിംഗ് ആണ്. ഇത് ചോപ്പർ കൺട്രോൾ ട്രാക്ഷൻ ഡ്രൈവിൻ്റെ കോമ്പോസിറ്റ് ബ്രേക്കിംഗ് ആണ്. ഇതിൽ ഫിൽറ്റർ ഉണ്ട്, LC എന്ന ഫിൽറ്റർ ഉണ്ട്, ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്, തൈറിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ സ്വിച്ച് MS1 MS2 ഉണ്ട്, പിന്നെ സെമി കണ്ടക്ടർ സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു ഇൻഡക്ടർ എന്താണ് മോട്ടറിന് സീരീസ് ആയിട്ടൊരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഡക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ അതായത് നമ്മളെ വെൻ ദ മോട്ടർ ആർമേച്ചർ ഇൻഡക്ടൻസ് ഇസ് നോട്ട് ഇനഫ് ടു കീപ് ദ ആർമേച്ചർ റിപ്പിൾ കറണ്ട് വിത്തിൻ ദ പെർമിസിബിൾ വാല്യൂ. അപ്പോൾ നമ്മളെ മോട്ടറിൻ്റെ ആർമേച്ചർ ഇൻഡക്ടൻസ് ഈസ് നോട്ട്, അതായത് മോട്ടറിൻ്റെ ആർമേച്ചർ കുറവാണ്, അത് ആർമേച്ചർ കറണ്ട് റിപ്പിൾ വാല്യൂ കുറവാണെന്ന് ചെയ്യുന്നത്, അതൊരു കറക്റ്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതാണ് മോട്ടറിന് അക്രോസ് ആ ഇൻഡക്ടർ കൊടുത്തത്. പിന്നെ എന്താണ് ഒരു R എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്, അത് നമ്മളെ മോട്ടറിൻ്റെ ടെർമിനലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫിഗറിൽ കാണിച്ച എലമെൻറ്റ്സ്. ഇപ്പോൾ എന്താണ് DC സപ്ലൈഡ് ഫെഡ് ദ ഡ്രൈവ് ത്രൂ എന്താണ് നമ്മളെ LC കപ്പാസിറ്റർ കൂടിയാണ് നമ്മൾ DC സപ്ലൈ ഈ ഡ്രൈവിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഡ്രൈവാണ്, ചോപ്പർ കൺട്രോൾ ഡ്രൈവാണ്. ഈ ചോപ്പർ കൺട്രോൾ ഡ്രൈവിലേക്ക് DC സപ്ലൈ കൊടുക്കുന്ന ഏതാണ് നമ്മൾ LC എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ വഴിയാണ്. അതെന്ത് ചെയ്യും, വിച്ച് റെഡ്യൂസ് ദ ഹാർമോണിക് ഇൻ ദ സോഴ്സ് കറണ്ട്. അത് നമ്മൾ വരുന്ന DC കറണ്ടിൽ എന്ത് ചെയ്യുക, നമ്മൾ വരുന്ന DC സപ്ലൈയിൽ എന്ത് ചെയ്യും, LC എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ എന്ത് ചെയ്യും, അതിലത്തെ ഹാർമോണിക്സിനൊക്കെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അങ്ങനെ നേരം എന്ത് ചെയ്യും, SS എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടർ സ്വിച്ച് ഉണ്ട് ഇവിടെ, SS എന്ന സെമി കണ്ടക്ടർ സ്വിച്ചാണ്. പിന്നെ എന്താണ് MS1 MS2 എന്ന മെക്കാനിക്കൽ സ്വിച്ചാണ്. RS എന്ന എന്താണ് റിവേഴ്സിങ് സ്വിച്ചാണ്. അതെന്താണ് വിച്ച് അലോ ദ റിവേഴ്സബിൾ മോട്ടോർ കണക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടെർമിനൽ A and B. അത് മോട്ടറിൻ്റെ ടെർമിനൽ Aയും Bയും റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്യാൻ നമ്മളിവിടെ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്, റിവേഴ്സിങ് സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻഡക്ടർ ഈസ് ആഡഡ് വെൻ ദ നമ്മൾ മോട്ടറിന് അക്രോസ് ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് വെൻ ദ മോട്ടർ ആർമേച്ചർ ഇൻഡക്റ്റൻസ് ഈസ് നോട്ട് ഇനഫ് ടു കീപ് ദ ആർമേച്ചർ കറണ്ട് റിപ്പിൾ വിത്തിൻ ദ പെർമിസിബിൾ വാല്യൂ ആൻഡ് ടു പ്രൊവൈഡ് എ ഗുഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പെർഫോമൻസ്. അതായത് മോട്ടറിന് കൂടെ നമ്മൾ ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻഡക്ടർ കണക്ട് ചെയ്ത് വെച്ചാൽ നമ്മളെ മോട്ടറിനൊരു ഗുഡ് നല്ലൊരു എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എടുത്താൽ മതി ആ മോട്ടറിൻ്റെ അതായത് ഡ്രൈവിൻ്റെ ഓപ്പറേഷൻ നോക്കാം. ഫസ്റ്റ് വരുന്നത് മോട്ടറിങ് ഓപ്പറേഷനാണ്. ഈ മോട്ടറിങ് ഓപ്പറേഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെന്തായാലും നമ്മൾ ഡ്രൈവിൻ്റെ ഓപ്പറേഷൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് നമ്മളെ മോട്ടറിങ് ഓപ്പറേഷനാണ്. അപ്പോൾ മോട്ടറിങ് ഓപ്പറേഷനിൽ എന്തായിരിക്കും, നമ്മളെ മെക്കാനിക്കൽ സ്വിച്ച് MS1ഉം MS2 എന്തായിരിക്കും കെപ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അതായത് നമ്മളെ ഈ ഒരു മോട്ടറിങ് ഓപ്പറേഷനിൽ നമ്മളെ മെക്കാനിക്കൽ സ്വിച്ച് MS1ഉം അതേപോലെ MS2ഉം എന്തായിരിക്കും കെപ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും. നമ്മളിത് MS2ഉം MS1ഉം എന്തായിരിക്കും ക്ലോസ്ഡ് ആയിരിക്കും. അതേപോലെ നമ്മളെ SS എന്തായിരിക്കും സെമി കണ്ടക്ടർ സ്വിച്ച് എന്തായിരിക്കും പീരിയോഡിക്കലി ഓപ്പറേറ്റ് ചെയ്യുക. അത് ഈ SS എന്ന സ്വിച്ച് എന്തായിരിക്കും പീരിയോഡിക്കലി ഓൺ ഓഫായി കളിക്കും. അപ്പോൾ ഡ്യൂറിങ് ദ ഓൺ പീരീഡ് ഓഫ് സെമി കണ്ടക്ടർ സ്വിച്ച് നമ്മളിത് സ്വിച്ച് ഓൺ ആണെങ്കിൽ ചെയ്യും നമ്മളെ കറണ്ടിൻ്റെ പാത്ത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ സോഴ്സ് വഴി എന്ത് ചെയ്യും ഇൻഡക്ടർ വഴി നമ്മൾ MS1 വഴി നമ്മൾ SS വഴി എന്ത് ചെയ്യും L വഴി മോട്ടറിൻ്റെ ആർമേച്ചർ വഴി MS2 വഴി എന്ത് ചെയ്യും അതിൻ്റെ ചോപ്പറിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇപ്പം പറഞ്ഞ നമ്മളെ മോട്ടറിങ് അതായത് ഇപ്പം പറഞ്ഞത് നമ്മളെ സെമി കണ്ടക്ടർ സ്വിച്ചിൻ്റെ ഓൺ പീരീഡാണ് പറഞ്ഞത്. ആ ടൈമിലെ കറണ്ട് ഫ്ലോ ആണ് പറഞ്ഞത്. കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പാത്ത് കൺസിസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സോഴ്സ് വഴി നമ്മളെ LF വഴി നമ്മളെ MS1 വഴി നമ്മളെ SS വഴി L വഴി മോട്ടർ ആർമേച്ചർ ആൻഡ് പിന്നെ MS2 വഴി എന്ത് ചെയ്യും ഗിവിങ് ഡ്യൂട്ടി ഇൻ്റർവെൽ ഓഫ് ദ ചോപ്പർ. അതായത് നമ്മളെ SS-ൻ്റെ ഓൺ പീരീഡുള്ള കറണ്ടിൻ്റെ പാത്ത്. അതേപോലെ ഇനി SS-ൻ്റെ ഓഫ് പീരീഡുള്ള കറണ്ടിൻ്റെ പാത്ത് പറഞ്ഞാൽ എന്തായിരിക്കും ദ ആർമേച്ചർ കറണ്ട് ഫ്രീ വീൽസ് ത്രൂ ദ പാത്ത് കൺസിസ്റ്റിംഗ് കോസ്ഡ് സ്വിച്ച് MS2ഉം D2 L. അപ്പോൾ എന്ത് ചെയ്യും ക്ലോസ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും അതായത് നമ്മളെ SS സ്വിച്ച് എന്താണ് ഡ്യൂറിങ് ദ ഓഫ് പീരീഡ് ഓഫ് സെമി കണ്ടക്ടർ അതായത് നമ്മൾ SS സ്വിച്ച് ഓഫ് പീരീഡ് ആകുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ കറണ്ടിൻ്റെ പാത്ത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഈ ക്ലോസ് സ്വിച്ചായ MS2ഉം ഈ ഡയോഡ് ഫ്രീ വീലിംഗ് ഡയോഡ് എന്ത് ചെയ്യും
ഈ ഒരു പാത്തിൽ കൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഫ്രീ ക്ലോസ് ടൈമിലില്ല കറണ്ട് ഫ്ലോ ഉണ്ടാവുക. നമ്മളവിടെ ഡ്രൈവിൻ്റെ ഓപ്പറേഷനാണ് പറഞ്ഞത്. അതിൻ്റെ ഫസ്റ്റ് മോട്ടറിങ് ഓപ്പറേഷനാണ്. മോട്ടറിങ് ഓപ്പറേഷൻ എന്തായിരിക്കും, നമ്മളെ സ്വിച്ചായ MS2ഉം MS1ഉം എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. അതേപോലെ SS എന്തായിരിക്കും, പീരിയോഡിക്കലി ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളെ ഓൺ, അതായത് SS സ്വിച്ച് പീരിയോഡിക്കലി എന്താണ് ഓൺ പീരീഡിലായുമ്പോൾ എന്ത് ചെയ്യും, കറണ്ടിൻ്റെ പാത്ത് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഇൻഡക്ടർ വഴി MS സ്വിച്ച് വഴി SS വഴി R വഴി ഇതിൻ്റെ പാത്ത് എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, ഓൺ പീരീഡിൽ അതിൻ്റെ പാത്ത് പറഞ്ഞത്. ഇനി ഓഫ് പീരീഡ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ SS സ്വിച്ച് ഓഫ് പീരീഡ് ആകുമ്പോൾ അതിൻ്റെ പാത്ത് പറഞ്ഞിരിക്കാൻ എന്ത് ചെയ്യും, ഈ ഒരു പാത്തിലായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് ഈ ക്ലോസ് ചെയ്ത MS2ഉം നമ്മളെ D2ഉം അതുപോലെ ഇൻഡക്ടറും ഈ ഒരു പാത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഇതിൻ്റെ SS സ്വിച്ച് ക്ലോസ്ഡ് ആകുമ്പോഴുള്ള കറണ്ട് ഫ്ലോൻ്റെ പാത്ത് പറഞ്ഞാൽ അതെന്ത് ചെയ്യും, ഫ്രീ വീൽ ത്രൂ ഇതാണ്. ഈ ഒരു പാത്ത് കൂടെ അതെന്ത് ചെയ്യും, ഫ്രീ വീൽ ചെയ്യും. അപ്പോൾ അതാണ് നമ്മളെ മോട്ടറിങ് ഓപ്പറേഷൻ വരുന്നത്.